ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് നാളായി നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേക്കുവാണ്. അപ്പോൾ നമ്മളിന്നൊന്ന് മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് പാമ്പുമേക്കാടും പോകാനുണ്ട്. അതുകൊണ്ട് നമ്മൾ വെളുപ്പിന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഏകദേശം അവിടെ എത്താറായിട്ടുള്ളൊരു വിഷ്വലാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അപ്പോൾ പാടത്തിൻ്റെയൊക്കെ സൈഡിൽ കൂടി ആലപ്പുഴ ജില്ലയിലാണ് നമ്മുടെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കയറാനായിട്ട് ടൈമില്ലാത്തതുകൊണ്ട് നമ്മളവിടെ കയറിയില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു. ഒരു ചെന്ന് കയറുമ്പോൾ തന്നെയുള്ള ഒരു ആൽച്ചുവട്ടിലുള്ള ഒരു നാഗത്തിൻ്റെ പ്രതിഷ്ഠയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അവിടെ ഒരുപാട് ഏരിയയുണ്ട് പാർക്കിങ്ങിനും ഒക്കെ ആയിട്ട്. നല്ല വലിയൊരു ക്ഷേത്രം തന്നെയാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, നാഗങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധിയായിട്ട ഒരു ക്ഷേത്രമാണ്. അത്രയും നമ്മൾ വൃദ്ധമൊക്കെ എടുത്ത് അത്രയും ഇതായിട്ടാണ് നമ്മളവിടെ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ചെന്നു അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ എവിടെ നോക്കിയാലും നമുക്കിങ്ങനെ പാമ്പിൻ്റെ പടങ്ങളും എല്ലാമായിരിക്കും കാണുന്നത് കേട്ടോ. പിന്നെ അവിടെ കൂടുതലായിട്ടും ഉള്ളത് കാവുകളും ആണ് ഏറ്റവും കൂടുതൽ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാവുകളായിരുന്നു. പിന്നെ അതൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് പല സ്ഥലങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ കാവുകളെയൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നിർത്തിയിട്ട് വളരെ വിശുദ്ധമായിട്ട് തന്നെ നമ്മൾ ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു തറവാട് ക്ഷേത്രം തന്നെയാണ് ഇത്. നമ്മുടെ പാമ്പുമേക്കാട് മന പോലെ തന്നെ ഒരു ഇതാണ്. ഇവിടെ നമുക്ക് തറവാട്ടമ്മയുണ്ട്. അപ്പോൾ ആ തറവാട്ടമ്മയുടെ അമ്മേനെ കാണാനായിട്ട് നമ്മൾ 10:30 വരെ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കാവുകളുടെ ഉള്ളിലായിട്ട് പിന്നെ അവിടെ നമുക്ക് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്, അതേപോലെ തന്നെ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി തൊഴാൻ വേണ്ടിയിട്ട് പോയി. മെയിനായിട്ടുള്ള പ്രതിഷ്ഠയുടെ അവിടേക്ക് നമുക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാവുകളുടെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നാഗരാജാവിൻ്റെയും നാഗങ്ങളുടെയൊക്കെ പ്രതിഷ്ഠകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ മെയിൻ പ്രതിഷ്ഠയായിട്ട് ഉള്ളത് നാഗരാജാവും അതേപോലെ തന്നെ നാഗയക്ഷിയമ്മയാണ്. അവിടെ നമുക്ക് വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയുള്ള ഒരുപാട് ഏരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാവ് പോലെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോയി അങ്ങനെ നമ്മൾ വഴിപാടൊക്കെ കഴിച്ച് തൊഴുത് ഇറങ്ങി കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വഴിപാടുകൾ ചീട്ടാക്കാനുള്ള കൗണ്ടർ പുറത്താണ്. അവിടെ നമ്മൾ ആ ഒരു പാർക്കിംഗ് ഏരിയയും അതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോകുന്നതിന് ശേഷം നമ്മൾ പിന്നെ പോയത് നമ്മുടെ പാമ്പുമേക്കാട് ക്ഷേത്രത്തിലേക്കാണ്. പാമ്പുമേക്കാട് ക്ഷേത്രത്തിൽ പോയപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ് പോയത് കേട്ടോ. മണ്ണാറശാലയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഒത്തിരി ദൂരം